നൈജീരിയയിൽ സൈനിക നടപടിക്കൊരുങ്ങിയ അമേരിക്ക രാജ്യത്ത് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നത് തുടർന്നാൽ മുസ്ലിം തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇത് സംബന്ധിച്ച് സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകിയതായും അദ്ദേഹം പറഞ്ഞു. എന്നാൽ മതപരമായി അസഹിഷ്ണുതയുള്ള രാജ്യമായി നൈജീരിയ ചിത്രീകരിക്കുന്നെന്ന് ആരോപിച്ച് പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബു രംഗത്തെത്തി. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേർന്നു. അജയ്, ട്രംപിന്റെ നീക്കം ഇപ്പോൾ നൈജീരിയയ്ക്ക് നേരെയാണോ? എന്താണ് ഇത്തരത്തിലുള്ളൊരു പരാമർശത്തിന് പിന്നിൽ? എന്താണ് നൈജീരിയ പറയുന്നത്? ഭവ്യ, താൻ ക്രിസ്ത്യാനികളുടെ രക്ഷകനാകാമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് നൈജീരിയയിൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ക്രിസ്ത്യാനികൾ ആക്രമണത്തിന് വിധേയമാകുന്നു, അവർ വ്യാപകമായി കൊല ചെയ്യപ്പെടുന്നു, മുസ്ലിം തീവ്രവാദികളാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് വെള്ളിയാഴ്ച തന്നെ അദ്ദേഹം ആരോപിച്ചിരുന്നതാണ്. ഇപ്പോഴാണ് കഴിഞ്ഞ ദിവസം വളരെ കടുത്ത ഭാഷയിൽ തന്നെ ട്രംപ് തൻ്റെ ഈ വാദങ്ങൾ ആവർത്തിച്ചിരിക്കുന്നത്. ഇതിൽ അദ്ദേഹം ഒരു മുന്നറിയിപ്പ് കൂടി പുതുതായിട്ട് നൽകുന്നുണ്ട് നൈജീരിയയ്ക്ക്. അതായത് നൈജീരിയൻ സർക്കാർ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ഈ ആക്രമണങ്ങളെ കണ്ണും പൂട്ടി അംഗീകരിക്കുന്ന നടപടികൾ തുടർന്നാൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും എന്നാണ് ട്രംപ് പറഞ്ഞത്. നല്ല തിരിച്ചടി ആയിരിക്കും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. ഇത് സംബന്ധിച്ച് താൻ സൈനികർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാറിന് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം താൻ ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു. തങ്ങൾ തിരിച്ചടിക്കുകയാണെങ്കിൽ യാതൊരുവിധ ദാക്ഷിണ്യവും മുസ്ലിം തീവ്രവാദികൾക്കുണ്ടാകില്ല, ശക്തമായി തന്നെ അവരെ ഉന്മൂലനം ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണോ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ നിങ്ങൾ അവിടെ ആക്രമിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഈ മുസ്ലിം മത തീവ്രവാദികളെ തങ്ങൾ ആക്രമിക്കുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് നൈജീരിയയ്ക്ക് നിലവിൽ അമേരിക്ക നൽകി വരുന്ന എല്ലാ സഹായങ്ങളും നിർത്തിവെക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് വാറും സ്ഥിരീകരിക്കുന്നുണ്ട്. സെക്രട്ടറി ഓഫ് വാറായിട്ടുള്ള പീറ്റ് ഹെക്സെറ്റ് അദ്ദേഹം കഴിഞ്ഞ ദിവസം എക്സ് പോസ്റ്റ് വഴി ഈ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഒന്നുകിൽ നൈജീരിയൻ സർക്കാർ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം, അത്തരം ആക്രമണങ്ങളെ ചെറുക്കാനുള്ള മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കണം, മുസ്ലിം തീവ്രവാദികളെ നിലയ്ക്ക് നിർത്തണം, അല്ലെങ്കിൽ തങ്ങളുടെ മാർഗവുമായി മുന്നോട്ട് നീങ്ങുമെന്ന് ഇത് പീറ്റ് ഹെക്സെറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നൈജീരിയ ഇത്തരം ആരോപണങ്ങളെ നിഷേധിക്കുന്ന ഒരു നിലപാടാണ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. നൈജീരിയയുടെ പ്രസിഡന്റായിട്ടുള്ള ബോല അഹമ്മദ് ടിനുബു അദ്ദേഹം ഇപ്പോൾ നിലവിൽ പ്രസ്താവന വഴി പ്രതികരിച്ചിട്ടുണ്ട്. അതായത് നൈജീരിയ എന്ന മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന രാജ്യമാണ്. ഇപ്പോൾ നൈജീരിയയെ അവരുടെ ദേശീയ യാഥാർത്ഥ്യങ്ങളെയല്ല അമേരിക്ക പ്രതിഫലിപ്പിക്കുന്നത്. മതപരമായിട്ട് അസഹിഷ്ണുത നിലനിൽക്കുന്ന രാജ്യമായിട്ട് നൈജീരിയയെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതായിട്ടും ബോല അഹമ്മദ് ടിനുബു പ്രസ്താവന വഴി പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ രാജ്യത്ത് ചില ദുഷ്ടശക്തികൾ, ചില പ്രത്യേക താല്പര്യമുള്ള ആളുകൾ തങ്ങളുടെ രാജ്യത്ത് സംഘർഷങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവർ ചില ജനങ്ങളിൽ വിഷം കുത്തിവെച്ച് അവരെ പരസ്പരം തമ്മിൽ തല്ലിക്കുന്നു. ഇത്തരക്കാർക്കെതിരെ എന്തെങ്കിലും നടപടി അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി തങ്ങൾ അമേരിക്കയ്ക്കൊപ്പം നിൽക്കാം എന്നും ഇപ്പോൾ നിലവിൽ നൈജീരിയ പറയുന്നുണ്ട്. അതായത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് അവരുടെ രാജ്യത്ത് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ സർക്കാരിൻ്റെ മൗനാനുവാദത്തോടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പിന്തുണയോടെ അല്ല ഇത് നടക്കുന്നത്. നൈജീരിയ മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കുന്ന രാജ്യമാണ്. യാതൊരുവിധ അസഹിഷ്ണുതയും രാജ്യത്തില്ല. ഇത്തരം ചില ശക്തികൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഇവർക്കെതിരെ അമേരിക്ക നിലപാടെടുക്കുകയാണെങ്കിൽ അതിനെതിരെ പോരാടാൻ തങ്ങളും ഉണ്ടെന്ന് നൈജീരിയ ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ട്രംപ് തൻ്റെ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. നിലവിൽ നൈജീരിയയുടെ ഈ വാദത്തിനോട് ട്രംപ് പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ നിലവിൽ അമേരിക്കയുടെ ഇപ്പോൾ സൈനിക വക്താവാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് ആണെങ്കിലും വ്യക്തമാക്കുന്നത് അവിടെ സൈനികർക്ക് വ്യക്തമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്, സൈന്യം മുന്നൊരുക്കം തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്.